ബി.ജെ.പിയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പ്രശാന്ത് മലവയൽ, ഇത് ഞങ്ങളുടെ ഒരു ക്യാമ്പയിനാണ് ജനം ടി വിയുടെ. അതായത് ഈ മാഫിയ വാഴും ദേവസ്വം എന്നുള്ളത്, ഇത് മലബാർ ദേവസ്വം ബോർഡിൻ്റെയും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ഭൂമി അന്യാധീനപ്പെട്ടതിനെ പറ്റിയും ക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിക്കുന്ന വലിയ വിലപിടിപ്പുള്ള സംഭാവനകൾ, സ്വർണം ഉൾപ്പെടെയുള്ള വസ്തുവകകൾ, അതൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിന്നും കാണാതാകുകയും അന്യാധീനപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ വസ്തുതകൾ തേടിയുള്ള ഒരു അന്വേഷണമാണ് ജനം ടി വി തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ നടത്തുന്നത്. ഇപ്പോൾ വയനാട്ടിൽ എത്തി നിൽക്കുമ്പോൾ അവിടെ ഈ വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലെ ചന്ദനത്തടികൾ കാണാതായതുമായി ബന്ധപ്പെട്ട് എന്തൊരു വിചിത്രമായ വാദമാണ് മലബാർ ദേവസ്വം ബോർഡ് മുന്നോട്ട് വെക്കുന്നത്. ആ മരങ്ങൾ ചേതലരിച്ചു പോയി എന്ന ദുർബലമായ വാദങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ബി.ജെ.പി എങ്ങനെയാണ് ഈ വളരെ ഗൗരവമുള്ള വിഷയത്തിൽ പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും ഈ മലബാർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ തരത്തിലുള്ള അഴിമതി കഥകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വയനാട് ജില്ലയിൽ പ്രത്യേകിച്ചും വിവിധ ക്ഷേത്രങ്ങൾ അവരുടെ കൈവശമുണ്ട്. ആ കൈവശമുള്ള ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഒരു ആസൂത്രിതമായിട്ടുള്ള കൊള്ള നടത്തിയതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന പല വിവരങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വയനാട് ജില്ലയിലെ ഇപ്പൊ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രം, ഏറ്റവും അധികം ആളുകൾ ഭക്തർ ആ അമ്മയുടെ മുൻപിലെത്തി കാണിക്കാൻ സമർപ്പിക്കുന്ന ഒരു ക്ഷേത്രം, എല്ലാ തരത്തിലും ഒരു ആത്മസമർപ്പണം നടത്തുന്ന ഒരു ക്ഷേത്രമാണ് വള്ളിയൂർക്കാവ്. വയനാടിന്റെ മൊത്തം ഭാഗങ്ങളിൽ നിന്നും ആളുകൾ അവിടെ കൈമെയ് മറന്ന് സഹായങ്ങൾ നൽകുന്ന ഒരു ക്ഷേത്രമാണ് വള്ളിയൂർക്കാവ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു അതിഭീകരമായിട്ടുള്ള കൊള്ള നടന്നിട്ടിരിക്കുന്നത്. ആ കൊള്ള കഴിഞ്ഞ ഒരു മാസക്കാലമായി ഇവിടെ വിവിധ തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. 40 കിലോ ചന്ദനമാണ് അവിടെ നിന്ന് പോയിട്ടുള്ളത്. അത് 25 കിലോ എന്ന് പിന്നീട് അവർ തന്നെ സമ്മതിക്കുകയും ദേവസ്വം ബോർഡിന്റെ അധികൃതർ അടക്കം സമ്മതിക്കുന്ന ഒരു ഘട്ടം വരികയും, എന്നാൽ ആ 26 കിലോ ചന്ദനം എന്തായി എന്ന് ചോദിച്ചതിന് മറുപടിയായിട്ട് പറയുന്നത് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ വളരെ വളരെ വിചിത്രമായിട്ടുള്ള ഒരിക്കലും ന്യായീകരിക്കാൻ, ഒരിക്കലും സാധൂകരിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ന്യായം. അതായത് ചെതലരിച്ചു പോയി, ചെതല് തിന്നുപോയി 26 കിലോ ചന്ദനം എന്നൊക്കെ പറഞ്ഞാൽ ഇതാരെയാണ് ഇവർ പറ്റിക്കുന്നത്? ആ ചെതലിന്റെ പേരിൽ പിന്നെ കേസും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. വളരെ ഈസി ആയിട്ട് അതിൽ നിന്ന് ആസൂത്രിതമായി രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്നല്ലാതെ മറ്റൊന്നുമില്ല. ആ ചന്ദനം എവിടെയാണ് കൊണ്ടുപോയതെന്നും അതാരാണ് കട്ടുകൊണ്ടുപോയതെന്നും അതിന്റെ പിന്നാമ്പുറത്ത് ആരൊക്കെ ഉണ്ട് എന്നും വളരെ കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ക്ഷേത്രങ്ങളിൽ മുഴുവൻ അവർ ഈ ക്ഷേത്രത്തെ സംരക്ഷിക്കാനല്ല നോക്കുന്നത്. അതിന് പകരം ക്ഷേത്രങ്ങളിൽ എങ്ങനെ തങ്ങൾക്ക് കൊള്ള നടത്താം, ജനങ്ങളുടെ പണം എങ്ങനെ തങ്ങളുടെ വരുതിയിലാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വള്ളിയൂർക്കാവിൽ ഇത് മാത്രമല്ല, ഈ ചന്ദനമരം ഒരു ആസൂത്രിതമായിട്ടുള്ള കൊള്ളയാണ്. ചെതലിന്റെ പേരിലും 40 കിലോ 26 കിലോ ആയതും അതുപോലെ തന്നെ ചന്ദനം മുറിച്ചതും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് അവിടെ ഈ ഒരു ചന്തലേലം, അതായത് ഉത്സവ സമയങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വയനാട് ജില്ലയിൽ നിന്ന് ഇത്രയും അധികം ആളുകൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഒരു വലിയ ഒരു ക്ഷേത്രമാണത്. ആ ക്ഷേത്രത്തിൽ ചന്തലേലം ചെയ്യുന്നത് വലിയ തുകയ്ക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ള 25 ലക്ഷം രൂപയ്ക്ക്, അതിൽ തന്നെ ഒരു തട്ടിപ്പുണ്ട്. ആ 25 ലക്ഷം രൂപയ്ക്ക് ആ ചന്തലേലം ചെയ്തിട്ട് 1 രൂപ പോലും ആ ക്ഷേത്രത്തിന് ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നാമ്പുറത്ത് നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര വലിയ ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു തട്ടിപ്പിനാണ് കളമൊരുക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു 25 ലക്ഷം രൂപ ആ ക്ഷേത്രത്തിന് ലഭിച്ചിട്ടില്ല. അത് ആരാണ് കൊണ്ടുപോയത്? അവരുടെ നിന്ന് പിടിച്ചു വാങ്ങാനുള്ള എന്ത് സംവിധാനമാണുള്ളത്? അപ്പൊ അതൊന്നും മലബാർ ദേവസ്വം ബോർഡ് ഇടപെടുന്നില്ല, ഉദ്യോഗസ്ഥർ ഇടപെടുന്നില്ല. അങ്ങനത്തെ ഒരു സംവിധാനവും ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ക്ഷേത്രങ്ങളിലെ കൊള്ളയാക്കാനുള്ള ഒരു മറ, അവിടെ നിന്ന് കിട്ടുന്നത് മുഴുവൻ അടിച്ചു കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനമാണ് ദേവസ്വം ബോർഡ്. അതല്ലാതെ ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതുപോലെ തന്നെയാണ് അവിടെ ഒരു അർദ്ധരാത്രിയിൽ, ഒരു ദിവസം അർദ്ധരാത്രിയിൽ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനെ കൊണ്ട് അവിടെയുള്ള റെസീറ്റ് കുറ്റികൾ മുഴുവൻ കത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്താണ് ആ റെസീറ്റ് കുറ്റിയിലുള്ളത് എന്ന് ഇന്ന് വരെ അന്വേഷിച്ചിട്ടില്ല. ദേഹമാസകലം ഒരു 70% പൊള്ളലേറ്റ്, കാരണം അതിലൊരു സ്ഫോടക വസ്തു കൂടി ഇട്ടിട്ടാണ് ഇത് കത്തിച്ചത് എന്നാണ് ആ ജീവനക്കാരൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് ജീവനിൽ ഭീഷണിയുള്ളത് കൊണ്ടും പേടിയുള്ളത് കൊണ്ടൊക്കെ അദ്ദേഹം ഇത് പുറത്ത് പറയാൻ തയ്യാറാകുന്നില്ല. പക്ഷേ അതിന്റെ ഒരു വസ്തുത, അവിടെയുള്ള റെസീറ്റ് കുറ്റികളാണ് കത്തിച്ചിട്ടുള്ളത്. അത് രാത്രി 12 മണിക്കാണ് കത്തിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ശ്രീ പ്രശാന്ത് മലവയൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഏതെങ്കിലും 1-2 ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, മറിച്ച് കേരളത്തിൽ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യാപകമായിട്ടുള്ള കൊള്ള
എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലെ ചന്ദനത്തടികൾ, ചന്ദനമരങ്ങൾ അത് ചെതലരിച്ചു പോയി എന്ന വിചിത്രമായ വാദം മലബാർ ദേവസ്വം ബോർഡ് മുന്നോട്ട് വയ്ക്കുകയാണ്. മാത്രമല്ല ഈ വിഷയത്തിൽ ഒരു തരത്തിലുമുള്ള അന്വേഷണം നടത്തുവാനും ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ അടിമുടി ദുരൂഹതയാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അർജുനാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്ത ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തേക്ക് കൊണ്ടുവരികയും അതിൻ്റെ അപ്ഡേറ്റ്സ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്.